സെല്ലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെസ് കളിക്കുന്ന പോലെ ഒരു കളിയാണ്. ഈ ടെല്ലിംഗ് ഈസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. ടെല്ലിംഗ് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ ട്രെയിനിങ് എടുക്കുമ്പോൾ മിക്ക ആളുകൾ 20 years എക്സ്പീരിയൻസ് ഒക്കെ സെയിലുള്ള സെയിൽസിലെ പുലികൾ പോലും പറയും സെല്ലിംഗ് ഈസ് an art. Greenlives Coaching and Training Solution. നമ്മുടെ നാട്ടിൽ മിക്ക ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ടെല്ലിംഗ് ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് ടെല്ലിംഗ്. സെല്ലിംഗ് വേറെയാണ്, ടെല്ലിംഗ് വേറെയാണ്. മഹാഭൂരിപക്ഷം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ടെല്ലിംഗ് ആണ്. ഇൻ ദ ടെല്ലിംഗ് സെയിൽസ്മാൻ സ്പീക്ക്. ടെല്ലിംഗ് ചെയ്യുമ്പോൾ സെയിൽസ്മാൻ ആണ് കൂടുതൽ സംസാരിക്കുക. നമ്മൾ നോക്കുകൊണ്ട് നമ്മുടെ നാട്ടിൽ സെയിൽസ് ചെയ്യുന്ന മിക്ക ആളുകളും സെയിൽസ് പീപ്പിൾ ആണ് കൂടുതൽ സംസാരിക്കുക. ബട്ട് ഇൻ സെല്ലിംഗ് കസ്റ്റമർ സ്പീക്ക്. കസ്റ്റമേഴ്സിനെ കൊണ്ട് സംസാരിപ്പിക്കും. സെല്ലിങ്ങിൽ കസ്റ്റമർ സംസാരിക്കുമ്പോൾ ടെല്ലിങ്ങിൽ സെയിൽസ്മാൻ ആണ് സംസാരിക്കുക. ഹു അവർ സ്പീക്സ് മോർ, ആരാണോ കൂടുതൽ സംസാരിക്കുന്നത് അവർ സ്റ്റക്കാവും. അപ്പോൾ നിങ്ങൾ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റക്കാവും. അപ്പോൾ സെല്ലിങ് ചെയ്യുമ്പോൾ നമ്മൾ അധികം സംസാരിക്കേണ്ടതില്ല, പകരം ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്. സെല്ലിംഗ് ഈസ് ലൈക്ക് പ്ലേയിങ് ചെസ്. സെല്ലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെസ് കളിക്കുന്ന പോലെ ഒരു കളിയാണ്. സെല്ലിംഗ് കുറച്ച് ബുദ്ധിപരമായി കളിക്കേണ്ട കളിയാണ്. ഇറ്റ്സ് ലൈക്ക് പ്ലേയിങ് ചെസ്. സോ വൈ പീപ്പിൾ ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ടെല്ലിംഗ്. പക്ഷെ ആളുകൾക്ക് കൂടുതൽ താല്പര്യം, സെയിൽസ് ടീമിന് കൂടുതൽ താല്പര്യം ടെല്ലിംഗ് ചെയ്യാനാണ്. കാരണം ടെല്ലിംഗ് ചെയ്യാൻ എളുപ്പമാണ്. ബിക്കോസ് ഫിയർ. ഇൻ സെല്ലിംഗ് ദർ ഈസ് എൻ എയിം ഓർ പർപ്പസ്. സെല്ലിംഗ് ചെയ്യുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ടെല്ലിംഗ് ആർക്കും ചെയ്യാം, അതുകൊണ്ട് അത് ഈസിയാണ്. ഈ ടെല്ലിംഗ് ഈസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. ടെല്ലിംഗ് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. സെയിൽസ്മാൻ അങ്ങനെ സംസാരിക്കും, വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ദ നീഡ്സ് ഹാസ് ടു ബി സ്പോക്കൺ ബൈ ദ കസ്റ്റമർ. സെല്ലിങ്ങിൽ കസ്റ്റമറുടെ അടുത്തുനിന്ന് എന്ത് വരണം? നീഡ് വരണം. കസ്റ്റമറുടെ അടുത്തുനിന്ന് നീഡ് വരണം എന്നുണ്ടെങ്കിൽ when you are telling, the customer is selling. In telling you are ready to give presentation to anybody. ടെല്ലിങ്ങിൽ നിങ്ങൾ ആരെ മുമ്പിൽ പോയിട്ടും പ്രസന്റേഷൻ നടത്തും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എയിമോ പർപ്പസ് ഇല്ല, ആര് വന്നാലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ പറയുന്നതാണ് ടെല്ലിങ്. സെല്ലിങ് അങ്ങനെയല്ല. അപ്പോൾ 50 ആളെ കണ്ടാൽ ചിലപ്പോൾ ഒരാളെ ക്ലോസ് ചെയ്യും. 50 ആളെ പോയി കാണും, ഒരാൾ ക്ലോസ് ചെയ്താൽ കുറേ ആളുകൾ കാണുമ്പോൾ ചക്ക എന്താ പറയുക, നമ്മൾ പറയാം ചക്ക വീണപ്പോൾ മോലി ചത്തു എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരാൾ ക്ലോസ് ചെയ്യും. സോ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അതല്ല, 1:1 കൊണ്ടുവരാൻ കഴിയും. സെല്ലിംഗ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ കം ടു 1:1. അതിനെന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ദ റൈറ്റ് കസ്റ്റമർ. സെല്ലിംഗ് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ കസ്റ്റമർ ഐഡൻറ്റിഫൈ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പണമുണ്ടോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് അധികാരമുണ്ടോ, നീഡുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ വാട്ട് ഈസ് സെല്ലിംഗ്? എന്താണ് ആക്ച്വലി സെല്ലിംഗ്? സെല്ലിംഗ് എന്താണ്? ഈസ് സെല്ലിംഗ് an art or a science? സെല്ലിംഗ് ഒരു കലയാണോ അതോ ഒരു ശാസ്ത്രമാണോ? How many of you believe selling is an art? Can you raise your hands? എത്ര ആൾ ഇവിടെ ഇരിക്കുന്ന എത്ര ആൾ വിശ്വസിക്കുന്നു സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്, സെല്ലിംഗ് ഒരു കലയാണെന്ന് വിശ്വസിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? Can you raise your hands please? Yeah, majority of the people, 95, 96, 98% of the people in this classroom, in this hall, believe that selling is an art. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് സാധാരണ എല്ലാവരോടും ചോദിക്കുന്നതാണ്. ഞാൻ ഈവൻ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ട്രെയിനിങ് എടുക്കുമ്പോൾ അവിടുത്തെ ടോപ്പ് ലെവൽ സെയിൽസ് പേപ്പർ ഡയറക്റ്റ് സെല്ലിംഗിൽ കമ്പനിയിൽ പോകുമ്പോൾ, ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ ട്രെയിനിങ് എടുക്കുമ്പോൾ മിക്ക ആളുകൾ 20 years എക്സ്പീരിയൻസ് ഒക്കെ സെയിലുള്ള സെയിൽസിലെ പുലികൾ പോലും പറയും സെല്ലിംഗ് ഈസ് an art. സെല്ലിംഗ് ഈസ് നോട്ട് ഓൺലി an art. സെല്ലിംഗ് ഓൺട്രപ്രണർഷിപ്പ് പോലെ തന്നെയാണ്. ഓൺട്രപ്രണർഷിപ്പ് ഈസ് എ സയൻസ് ആൻഡ് an art. Greenlives Coaching and Training Solution.